ദുആഉൽ കർബ് ചൊല്ലിയതിനു ശേഷം ബുർദുൽ ലത്തീഫ് ഉണ്ടാവും. ഇന്നത്തെ നമ്മുടെ മജ്‌ലിസിൽ കമ്പനിയിലായി കൊടുത്തിട്ടുള്ള വിഷയം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എല്ലാ പ്രയാസങ്ങളും നീങ്ങാൻ ഒരുപാട് ആളുകൾ പലവിധ മനപ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടിലെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ സാമ്പത്തികമാകുന്ന പ്രതിസന്ധിയിൽ അകപ്പെട്ട് കടം കൊണ്ട് വലഞ്ഞ് അവസാനം വീട് ജപ്തിയിലേക്ക് എത്തിയതാകുന്ന ആളുകൾ, ലോൺ തിരിച്ചടയ്ക്കാൻ സാധിക്കാത്ത ആളുകൾ, പലരും മാനസികമായി പ്രയാസത്തിലാണ്. ചിലർ ആത്മഹത്യ ചെയ്താൽ കൊള്ളാം എന്നുവരെ ചിന്തിക്കുന്നവർ നമുക്കിടയിലുണ്ട്. അല്ലാഹു അത്തരത്തിലുള്ള ചിന്തകളെ തൊട്ട്, നീചമാകുന്ന പ്രവർത്തനങ്ങളെ തൊട്ട് നമ്മെ ഏവരെയും കാവലിലാക്കട്ടെ. അല്ലാഹു നമുക്ക് നൽകിയ ആയുസ് നമ്മളത് തിരിച്ചെടുക്കുക എന്ന് പറയുന്നത്, സ്വയമായി തന്നെ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കടുത്ത അപരാധമാണ്, തെറ്റാണ്. നമുക്ക് റൂഹ് നൽകിയത് ഉമ്മയുടെ ഗർഭാശയത്തിൽ 4 മാസം പ്രായമാകുന്ന സമയമാണ്. ഒരുപാട് ആളുകൾ പരീക്ഷയ്ക്കൊക്കെ തോറ്റുപോയതിന്റെ പേരിൽ അല്ലാതെയും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസമോ പ്രതിസന്ധിയോ ദാമ്പത്യ ജീവിതത്തിൽ വരുമ്പോ അവൻ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു ജീവിതം കിട്ടിയില്ല എന്ന് കണക്കാക്കുമ്പോ ജീവനൊടുക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നതാകുന്ന റൂഹ്, ആത്മാവിനെ സ്വയം തന്നെ പറഞ്ഞുവിടാൻ തയ്യാറാകുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ ധാരാളമുണ്ട്. ഉദാഹരണം, ഒരു പരീക്ഷ എഴുതി SSLCക്കും +2നും ഒക്കെ തോക്കുമ്പോ കയ്യിലെ നരമ്പ് മുറിച്ചു, കഴുത്തിലേക്ക് കയറിട്ട് മുറിക്കുകയും ഇങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ മരിക്കാൻ വേണ്ടി തയ്യാറാകുന്ന ആളുകൾ, ഇത് ശക്തമായി എതിർക്കുകയാണ് ഇസ്ലാം. ഒരിക്കലും പാടില്ല. നമുക്ക് അല്ലാഹു നമ്മുടെ ശരീരത്തിലേക്ക് റൂഹ് നൽകിയത് ഉമ്മയുടെ ഗർഭാശയത്തിൽ 4 മാസം പൂർത്തിയായതിനു ശേഷമാണ്. ഒരു മലക്കിനെ പറഞ്ഞിട്ട് പിന്നീടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹിനെ ഊതുന്നത്. അതുകൊണ്ട് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ആ റൂഹിനെ പറഞ്ഞയക്കാൻ നാം സന്നദ്ധരായാൽ തീർച്ചയായിട്ടും കാലാകാലം നമ്മൾ നരകത്തിലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ശ്രദ്ധിക്കേണ്ട അധ്യാപനമാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ മോമിനീങ്ങളാണ്, സത്യവിശ്വാസികളാണ്. എന്തെല്ലാം തെറ്റുകൾ ചെയ്താലും അല്ലാഹു നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കും. പക്ഷെ ആത്മഹത്യ ചെയ്ത് ഈ ദുനിയാവിൽ റൂഹ് പിരിക്കുന്നവനെ പറ്റി പറയുന്നത് ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദ. എന്ത് തെറ്റുകൾ ചെയ്താലും പാപം പുറത്തു വന്ന് എന്ത് തെറ്റ് ചെയ്താലും ആ തെറ്റുകൾക്ക് ശിക്ഷ നൽകി പിന്നീട് സ്വർഗം നൽകുന്ന അല്ലാഹു ആത്മഹത്യ ചെയ്തവനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന പഠിപ്പിക്കുന്നത് കാലാകാലം നരകത്തിലാണെന്നാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്ത് തന്നെ ഉണ്ടായാലും തീർച്ചയായിട്ടും നാം ക്ഷമിക്കാൻ തയ്യാറാകണം. അതുകൊണ്ടാണല്ലോ ക്ഷമ ഈമാനിന്റെ ഭാഗമാണ്, അതിന്റെ പകുതിയാണോ എന്നൊക്കെ ഹദീസിലുള്ളത്. അസ്സബ്റു നിസ്ഫുൽ ഈമാൻ, ക്ഷമ ഈമാനിന്റെ പകുതിയാണ്. ഈ ഹദീസ് ഒന്നും നിസ്സാരമല്ല, വളരെ വലുതാണ്. കാരണം ക്ഷമിക്കുന്നതിന് വലിയ പ്രതിഫലമാണ്. ഇന്നമസ്സബ്റു ഇൻദ സദമത്തിൽ ഊല, ക്ഷമിക്കേണ്ടത് ആദ്യ ഘട്ടത്തിലാണ്. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബിൻ, കണക്കില്ലാതെ അല്ലാഹു പ്രതിഫലം നൽകുന്നത് ക്ഷമയുടെ വിഷയത്തിലാണ്. അപ്പോൾ ക്ഷമിക്കുക, സഹിക്കുക. എന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോ കുടുംബജീവിതത്തിലോ ദാമ്പത്യ ജീവിതത്തിലോ അയൽപക്കങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിലോ സാമൂഹിക ബന്ധങ്ങളിലോ എന്തെങ്കിലുമൊക്കെ തകരാറുകൾ വരുമ്പോൾ നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാവുക. അങ്ങനെ ക്ഷമിച്ചാൽ തീർച്ചയായും ഉന്നത വിജയം അല്ലാഹു നമുക്ക് നസീബാക്കും. അക്ഷമരായി എന്തെങ്കിലും പ്രതിസന്ധിയിലും പ്രയാസത്തിലും അകപ്പെട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിലേക്കോ പ്രയാസത്തിലേക്കോ ഇറങ്ങി തിരിച്ചാൽ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവൂല.
നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. പ്രയാസങ്ങളില്ലാത്ത മുഅ്മിനില്ല. അൽ മുഅ്മിനു അദ്ദുനിയാ സിജ്നുൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന് ദുനിയാവ് ജയിലറയാണ്. വജന്നത്തുൽ കാഫിരി, അവിശ്വാസികൾക്ക് ഇവിടം സ്വർഗമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമുക്ക് ഈ ദുനിയാവിൽ പ്രയാസങ്ങളുണ്ടാകും, വിഷമങ്ങളുണ്ടാകും, ദുഃഖങ്ങളുണ്ടാകും. ആ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രിയമുള്ളവരെ തീർച്ചയായിട്ടും നമുക്ക് മാറണമെങ്കിൽ നമ്മൾ അല്ലാഹുവിലേക്ക് തിരിയൽ അനിവാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നസീബാക്കട്ടെ. പ്രയാസങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവർക്ക് സമാധാനം കൊടുക്കൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശൈലിയിൽപ്പെട്ടതുമാണ്. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അപ്പൊ അതിനൊക്കെ നമ്മുടെ സമയങ്ങൾ മാറ്റിവെക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നാം ശ്രദ്ധ ചെലുത്തണം. മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബത്തൻ നഫസ അല്ലാഹു അൻഹു ഖുർബത്തൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ആരെങ്കിലും മുഅ്മിനായ മനുഷ്യന് എന്തെങ്കിലും പ്രയാസമോ വിഷമോ നേരിടുമ്പോൾ അത് മാറ്റിക്കൊടുത്താൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഖിയാമത്ത് നാളിൽ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവന് അല്ലാഹു സംരക്ഷണം നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവ് മരണപ്പെട്ടുപോയതാകുന്ന സഹോദരി, ഭാര്യ മരണപ്പെട്ടുപോയതാകുന്ന സഹോദരൻ, മക്കള് മരണപ്പെട്ടുപോയതാകുന്ന കുടുംബം, രക്ഷിതാക്കൾ, മാതാപിതാക്കൾ മരണപ്പെട്ടുപോയതാകുന്ന മക്കൾ, ഇങ്ങനെ ഉള്ളതാകുന്ന ആളുകൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഒക്കെ മരണപ്പെട്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധി, സാമ്പത്തികമാകുന്ന എല്ലാ വിഷമങ്ങളൊക്കെ ഉണ്ടാകും. അവർക്ക് താങ്ങായി തണലായി വർത്തിക്കണം. അവരടുക്കൽ പോയിരുന്ന് ആ മുസീബത്തിൽ പരിപൂർണമായി ഞങ്ങൾ ഭാഗവാക്കാകുന്നു, അനുശോചനം രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് അല്ലാഹു സമാധാനം നൽകട്ടെ, അല്ലാഹു എല്ലാവിധ ഐശ്വര്യവും നസീബാക്കട്ടെ, ശാന്തി നൽകട്ടെ, ഖൈറായത് അല്ലാഹു പകരം നൽകട്ടെ എന്നൊക്കെ ദുആ ചെയ്ത് അവരെ ആശ്വസിപ്പിക്കാൻ തയ്യാറായ തീർച്ചയായിട്ടും അല്ലാഹു നമുക്ക് വർണ്ണമായ പ്രതിഫലം നൽകും. ഇതൊക്കെ പരിശുദ്ധ ഇസ്ലാമിൽപ്പെട്ടതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആ ആണ് ദുആഉൽ കർബ്. നബി തങ്ങൾ ചൊല്ലിയിരുന്നത്, സ്വഹാബത്ത് ഏറ്റു ചൊല്ലിയിരുന്ന ദിക്റാണ്. ഇതൊന്നും നിസ്സാരമായി കാണരുത്. ഞാൻ മുമ്പും നമ്മുടെ മജ്‌ലിസിൽ ചൊല്ലിത്തന്നതും നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതും ഔറാദിലേക്ക് ചേർത്ത് വെച്ചതുമാണ്. അതുകൊണ്ട് ഈ ദിക്ർ മുറുകെ പിടിക്കണം. ജീവിതത്തിൽ വലിയ വിജയമുണ്ടാകും. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. എല്ലാ വിഷമവും മാറും. കള്ളു കുടിച്ചുകൊണ്ട് വീട്ടിൽ വന്നുകൊണ്ട് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്ന ഭർത്താവിന്റെ കാര്യം പറയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. ഭാര്യമാരുടെ ദുസ്വഭാവത്തെ കുറിച്ച് ഒച്ചപ്പാടും ബഹളവും, വീട്ടിൽ കിടന്ന് വലിയ ബഹളാണ്, പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല, കാണാൻ നല്ല കൗതുക മുത്താണെന്ന് മാത്രമേ ഉള്ളൂ, വീട്ടിലാകെ ഒച്ചപ്പാടും ബഹളമാണ്. അങ്ങനത്തെ എത്രയോ ഭർത്താക്കന്മാർ വിഷമിക്കുന്നവരുണ്ട്. വാ തുറന്നാൽ വീട്ടിൽ ഐശ്വര്യക്കേടാണ്. അപ്പൊ അത്തരത്തിലുള്ളതാകുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും അടക്കം എന്തെല്ലാം മനുഷ്യന് ഉണ്ടാകുന്ന, ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ടോ അതൊക്കെ നീങ്ങാൻ ഇൻഷാ അല്ലാഹ് ദുആഉൽ കർബ് പതിവാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥന സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടാകും. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഏറ്റുചൊല്ലി നമ്മുടെ കുടുംബങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കൽ. റോഹബയാൻ കുടുംബാദികളൊക്കെ മറ്റുള്ളവർക്ക് കൂടി പ്രചോദരാകണം. ദിക്റിനെ കുറിച്ച്, അതിന്റെ മഹത്വത്തെ കുറിച്ച് പറയുകയും ഈ ദുആകളും ഈ ദിക്റുകളും ഒക്കെ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുകയും വേണം. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ വിഷമത്തിലും പ്രയാസത്തിലും ഒക്കെ ആയി നിലകൊള്ളുന്നവർക്ക് ഇത്തരത്തിൽ റഹബയാൻ മജ്‌ലിസിലൂടെ ലഭിക്കുന്ന ഈ അറിവുകൾ, ആത്മീയമായ അറിവുകൾ എഴുതി ഒരു ചെറിയ ബുക്കിലേക്ക് വെക്കുകയും അതൊക്കെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന നല്ല സ്വഭാവവും നല്ല വിശേഷണങ്ങളും നാം ഉൾക്കൊള്ളണം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുകയും മറ്റുള്ളവർക്കൊക്കെ ആശ്വാസം പകരുകയും ചെയ്യുന്ന ധാരാളം ഉമ്മമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ഉപ്പമാരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ബറക്കത്ത് ചൊരിയട്ടെ. അതുകൊണ്ട് ഏറ്റു ചൊല്ലിക്കോ ദുആഉൽ കർബ്.
لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم എല്ലാ ദിവസവും ചൊല്ലേണ്ട ദിക്റാണ്. ഒരു 11 പ്രാവശ്യം മുടങ്ങാതെ ഡെയിലി ഓതിപ്പോയാൽ തീർച്ചയായും എല്ലാ വിഷമവും നീങ്ങും. വിഷമവും പ്രയാസവും നീങ്ങാൻ അതിനെന്തെങ്കിലും പരിഹാരം കാണണ്ടേ എന്ന് ചിന്തിക്കുന്ന ആളുകൾ പരിഹാരം കാണണം. മനസ്സിലെ പ്രയാസങ്ങൾ നീങ്ങാൻ ദിക്റ് കൊണ്ടേ സാധിക്കും. അലാ ബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അലാ അറിയണം, ബി ദിക്രില്ലാഹി അല്ലാഹുവിന്റെ സ്മരണ കൊണ്ട്, ഇത്തരത്തിലുള്ള ദിക്റുകൾ കൊണ്ട് തത്മഇന്നുൽ ഖുലൂബ് ഹൃദയത്തിന് സമാധാനമുണ്ടാകും, ഹൃദയത്തിന് ആശ്വാസമുണ്ടാകും. അപ്പൊ എല്ലാ ദിവസവും ദിക്റുകളും ഔറാദുകളും പതിവാക്കിയാൽ ദിക്റിന്റെ സ്ഥാനത്ത് ദിക്റ് തന്നെയല്ലേ പറ്റൂ. ചില ആളുകൾക്ക് ദിക്റ് ചൊല്ലുന്നത് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം, ദിക്റിന്റെ സദസ്സിനോട് കുറ്റം. സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ദിക്റാണ്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന. മൻ ഖാല ആഖിറ കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഹദീസ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാകുന്ന ഈ ഒരു ദിക്ർ അവസാനത്തെ വാക്യമായാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം നിസ്സാരമല്ല. ചൊല്ലാൻ സാധിക്കുന്ന മോമിനീങ്ങൾ അത് ഏറ്റ് ചൊല്ലണം, അധികരിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. എത്ര ചൊല്ലാൻ പറ്റുമോ അത്രയും ചൊല്ലണം.
അതിന് വലിയ ഖൈറുണ്ട് എന്ന് മനസ്സിലാക്കണം. നിസ്കാരത്തിൽ റുകൂഇലും സുജൂദിലും ഒക്കെ നമ്മൾ ചൊല്ലുന്നത് ദിക്റാണ്. സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. അല്ലാഹുവുമായി ഏറ്റവും ഒരു അടിമ അടുക്കുന്നത് അഖറബുമായ യകൂനുൽ അബ്ദു ലിറബ്ബിഹി വഹുവ സാജിദുൻ. നിസ്കാരം എന്ന മഹിതമാകുന്ന അമലിൽ അല്ലാഹുവുമായി നടക്കുന്ന മുനാജാത്തിൽ, രഹസ്യ സംഭാഷണത്തിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവുമായി അടുക്കുന്ന സമയം സുജൂദിലാണ്. എന്നാൽ ആ സുജൂദിൽ ചെല്ലാൻ പറഞ്ഞതോ വിക്റാണ് എന്നും നാം അറിയണം, ഖുർആൻ ഓതാനല്ല. അല്ലാഹുവുമായി ഏറ്റവും അടുത്ത് കിടക്കുന്നതാകുന്ന സുജൂദിന്റെ സമയത്തും വിക്റാണ്. അപ്പൊ ഖുർആന് മഹത്വം ഇല്ലേ? ഉണ്ട്, മഹത്വമുണ്ട്. അതുകൊണ്ടാണ് ആ ഖുർആൻ നിന്നുകൊണ്ട് ഖിയാമിൽ ഫാത്തിഹ സൂറത്ത് ഓതുവാനും അത് എല്ലാ റക്അത്തിലും പാരായണം ചെയ്യുവാനും അതിനോട് ചേർത്ത് സുബഹി നമസ്കരിക്കുമ്പോൾ വലിയ സൂറത്ത് പാരായണം ചെയ്തു, ളുഹറും അസ്റും ഒക്കെ നമസ്കരിക്കുമ്പോൾ അതിനേക്കാൾ അല്പം കൂടി ചെറുത് പാരായണം ചെയ്തു, മഗ്രിബ് നമസ്കരിക്കുന്ന സമയത്ത് ഒന്നുകൂടി തീർത്തും ചെറുത് പാരായണം ചെയ്തു പൂർത്തിയാക്കി ഓതി വൃത്തിയായി നിസ്കരിക്കണം എന്ന് പറയാനുള്ള കാരണം അതാണ്. അവൻ നൃത്തത്തിൽ ഖുർആനോദലുണ്ട്, റുകൂഉം സുജൂദിലുമൊക്കെ ചെല്ലേണ്ടതാകുന്ന ദിക്റുണ്ട്. അപ്പൊ ഓരോന്നിനും ഓരോന്നിന്റെ സമയത്ത് അതാത് സംഭവങ്ങൾ കറക്റ്റായി ചെയ്തെങ്കിലേ ജീവിതത്തിൽ വിജയം ഉണ്ടാവും. അപ്പൊ ദിക്റിനും മഹത്വമുണ്ട്, ഖുർആൻ ഓതുന്നതിനും ശ്രേഷ്ഠതയുണ്ട്. ഇതിനൊക്കെ തെളിവുണ്ട്. അതിനാണ് ഞാൻ ഈ പറഞ്ഞത്. വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാതി അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമ. ഖുർആനാണ്. അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലുന്നതാകുന്ന സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പാപമോചനം നൽകുമെന്ന് വിശുദ്ധമായ ഖുർആൻ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതാർക്കാണ് ഇത് നൽകുക? ദിക്ർ ചൊല്ലുന്നവർക്കാണ്. ഖൗമുൻ സല്ലു സുബ്ഹ വദക്കറുല്ലാഹ അസ്സ വജല്ല. സുബഹി നിസ്കരിച്ചതിന് ശേഷം അല്ലാഹുവിനെ ഉദയം വരെ ദിക്ർ ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുന്നവർ ഹത്താ തത്ലുഅ അശ്ശംസു തഅദിലു ഉംറതൻ താമ്മതൻ താമ്മതൻ താമ്മ. പൂർണ്ണമായ, പരിപൂർണമായ ഉംറ നിർവഹിച്ച പ്രതിഫലം അല്ലാഹു അവരുടെ അക്കൗണ്ടിലേക്ക് വരവ് വെക്കുമെന്നും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിപ്പോൾ അതാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. സുബഹി നിസ്കരിച്ച അവ്വൽ വഖത്തിൽ മറ്റുള്ള എല്ലാ ജോലി തിരക്കുകളിലേക്കും ഭൗതികമാകുന്ന ലാഭവിഹിതങ്ങളിലേക്കും ഇറങ്ങുന്നതിന് മുമ്പ് ദിക്ർ ചൊല്ലിക്കൊണ്ട് നാം നിലകൊള്ളുകയാണ്. തീർച്ചയായിട്ടും വലിയ പ്രതിഫലം അല്ലാഹു നൽകും. ജീവിതത്തിൽ കിട്ടുന്ന അമൂല്യമായ നേട്ടങ്ങളായി ഈ സമയത്തെ നാം മാറ്റണം. കാരണം സിനിമ കണ്ടും സീരിയല് രസിച്ചും യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും എന്ന് വേണ്ട സോഷ്യൽ മീഡിയയുടെ തീരങ്ങളിലൂടെ അശ്ലീലതയിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന ഒരു സമുദായമായി ഈ ഉമ്മത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വ്യക്തമായ ദിശാബോധം നൽകിക്കൊണ്ട് സുബഹിക്ക് ശേഷം അൽഹംദുലില്ലാഹ് ഉദയം വരെ ദിക്റിലായി കഴിഞ്ഞുകൂടാൻ അല്ലാഹു നമുക്ക് അവസരം നൽകുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അല്ലാഹു നമുക്ക് ഹിദായത്ത് എന്ന വെളിച്ചം കെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അതുകൊണ്ട് ദിക്ർ ചൊല്ലാതിരിക്കരുത്. അതിന് വലിയ മഹത്വമാണ്. ഞാൻ ഇന്നലെയും സൂചിപ്പിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000 1,00,000 ഒക്കെ നമ്മൾ സ്വന്തത്തിന് വേണ്ടി, അവനവൻ സ്വന്തത്തിന് വേണ്ടി ചൊല്ലിവെക്കാം. മരണപ്പെട്ടവർക്ക് വേണ്ടി ചൊല്ലുന്നത് വേറെ. ഓരോരുത്തരും സ്വന്തത്തിന് വേണ്ടി ചൊല്ലിവെക്കണം. ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാണത്. അതൊന്നും വിട്ടുകളയാൻ പാടില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ ഇഖ്ലാസ് ഓരോരുത്തരും അവനവന്റെ സ്വന്തത്തിന് വേണ്ടി 1,00,000 ചൊല്ലിവെക്കണം. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താനില്ല. വീണ്ടും വീണ്ടും അതിങ്ങനെ ആവർത്തിക്കുക. അതിലൂടെയൊക്കെ ജീവിതത്തിൽ ഖൈറുണ്ട്. അള്ളാഹുവിനെ ഉള്ളതാകുന്ന അവനെ പരിചയപ്പെടുത്തുന്ന ഇനിഷ്യലാണ് സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ്. ഈ സദസ്സിലുള്ള ഓരോരുത്തർക്കും ഇനിഷ്യൽ ഉണ്ട്.
ഏത് വ്യക്തികൾക്കും അവൻ്റെതാകുന്ന വാപ്പയുടെ പേര്, കുടുംബ പേര് ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഇനിഷ്യൽ ആരാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് അതിലൂടെ നൽകുകയാണ്. PH, AH എന്ന് വേണ്ട CA തുടങ്ങിയിട്ടുള്ളതാകുന്ന ഇനിഷ്യലുണ്ട്. ആ ഇനിഷ്യലുകളാണ് അള്ളാഹു നൽകുന്നത്. ഖുൽ നബിയെ തങ്ങൾ പറയണം, അല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ്. അല്ലാഹു സമദ്, അല്ലാഹു പരാശ്രയ രഹിതനാണ്. ലം യലിദ് വലം യൂലദ്, അവൻ പ്രസവിച്ചിട്ടില്ല, അവനെ പ്രസവിക്കപ്പെട്ടിട്ടുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തത്തുല്യമായി ഒരാളുമില്ല. റബ്ബിന്റെ ഇനിഷ്യലാണ്. അള്ളാഹു ആരാണ് എന്നുള്ളത് ഈ ഉമ്മത്തിന് പരിചയപ്പെടുത്താൻ ഈ സൂറത്ത് ആരൊരുവൻ ഇഷ്ടപ്പെട്ടോ തീർച്ചയായും അവൻ അതിലൂടെ തന്നെ വിജയം കൊയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അതൊക്കെ അമിതമായി അധികരിപ്പിക്കണം, ധാരാളമായി ഓതേണ്ട സൂറത്താണ്. എല്ലാ ദിവസവും ഖുർആൻ കൊണ്ടാണ് നമ്മുടെ മജ്‌ലിസ് ആരംഭിക്കുന്നത്. ഖുർആന്റെ ഹൃദയമാകുന്ന യാസീൻ ഓതി നമ്മൾ മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്യാൻ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അപ്പൊ ദീർഘിപ്പിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദിക്റും ഔറാദും ഏറ്റെടുത്ത് ചെല്ലിൻ. വലത് കൈ നെഞ്ചിലേക്ക് ചേർത്ത് വെക്കിൻ. എല്ലാ സഹോദര സഹോദരിമാരും ശ്രദ്ധിക്കും. വലത് കൈ നെഞ്ചിലേക്ക്, ഇടത് ഭാഗത്ത് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ചെല്ലിൻ. യാ ഹയ്യു യാ ഖയ്യൂം, എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനും നിലനിൽക്കുന്നവനുമായ അള്ളാഹു. അള്ളാഹുവിന്റെ നാമങ്ങളാണ്. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന്റെ മഹത്തായ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ച് ദുആ ചെയ്യണമെന്ന് വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. യാ ഹയ്യു യാ ഖയ്യൂം, അള്ളാഹുവിനെ വിളിക്കാൻ മനസ്സറിഞ്ഞുകൊണ്ട് വിളിക്കുന്ന എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റട്ടെ. പ്രയാസങ്ങൾ അള്ളാഹു നീക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മജ്‌ലിസിൽ അള്ളാഹു ബറകാത്തുകൾ ചൊരിയുമാറാവട്ടെ. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം 41 പ്രാവശ്യം. യാ ഹയ്യു യാ ഖയ്യൂം, 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 യാ ഹയ്യു യാ ഖയ്യൂം. اللهم أحيي قلبي بنور معرفتك. اللهم أحيي قلبي بنور معرفتك. اللهم أحيي قلبي بنور معرفتك. الحمد لله. إن شاء الله എല്ലാവരും ബുർദുൽ ലത്തീഫ് ഓതിന അല്ലാഹു ബറകാത്തുഹു ചൊരിയട്ടെ. إلى حضرة عبد الله بن علوي الحداد رضي الله عنه خاصة الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين.
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين. وإلى حضرة القطب الرباني والغوث الصمداني الشيخ السيد محي الدين عبد القادر الجيلاني قدس الله سره اللذيذ. وإلى حضرة أحمد الكبير الرفاعي قدس الله سره اللذيذ. وإلى حضرة خواجة معين الدين السير الأجميري قدس الله سره اللذيذ. وإلى حضرة أحمد البدوي قدس الله سره اللذيذ. وإلى حضرة أبو الحسن الشاذلي قدس الله سره اللذيذ. وإلى حضرة الشيخ حسن بن علي قدس الله سره اللذيذ. وإلى حضرة السيد ودارة بوكويا قدس الله سره اللذيذ. وإلى حضرات سائر أهل الخير كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس
من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ربي أعوذ بك من همزات الشياطين وأعوذ بك ربي أن يحضرون. ربي أعوذ بك من همزات الشياطين وأعوذ بك ربي أن يحضرون. ربي أعوذ بك من همزات الشياطين وأعوذ بك ربي أن يحضرون. أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون. أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون. فتعالى الله الملك الحق لا إله إلا هو رب العرش الكريم. ومن يدع مع الله إلها آخر لا برهان له به فإنما حسابه عند ربه إنه لا يفلح الكافرون. وقل رب اغفر وارحم وأنت خير الراحمين. فسبحان الله حين تمسون وحين تصبحون وله الحمد في السماوات والأرض وعشيا وحين تظهرون. يخرج الحي من الميت ويخرج الميت من الحي ويحيي الأرض بعد موتها وكذلك تخرجون. أعوذ بالله السميع العليم من الشيطان الرجيم. أعوذ بالله السميع العليم من الشيطان الرجيم. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله. وتلك الأمثال نضربها للناس لعلهم يتفكرون. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن اللذيذ الجبار المتكبر سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. سلام على نوح في العالمين إنا كذلك نجزي المحسنين إنه من عبادنا المؤمنين. أعوذ بكلمات الله التامات من شر ما خلق. أعوذ بكلمات الله التامات من شر ما خلق. أعوذ بكلمات الله التامات من شر ما خلق. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. اللهم إني أصبحت منك في نعمة وعافية وستر فأتم نعمتك علي وعافيتك وسترك في الدنيا والآخرة. اللهم إني أصبحت منك في نعمة وعافية وستر فأتم نعمتك علي وعافيتك وسترك في الدنيا والآخرة. اللهم إني أصبحت منك في نعمة وعافية وستر فأتم نعمتك علي وعافيتك وسترك في الدنيا والآخرة. اللهم إني أصبحت أشهدك وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك. اللهم إني أصبحت أشهدك وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك
وأن محمدا عبدك ورسولك. اللهم إني أصبحت أشهدك وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك. اللهم إني أصبحت أشهدك وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك. اللهم إني أصبحت أشهدك وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. آمنت بالله العظيم وكفرت بالجبت والطاغوت واستمسكت بالعروة الوثقى لا انفصام لها والله سميع عليم. آمنت بالله العظيم وكفرت بالجبت والطاغوت واستمسكت بالعروة الوثقى لا انفصام لها والله سميع عليم. آمنت بالله العظيم وكفرت بالجبت والطاغوت واستمسكت بالعروة الوثقى لا انفصام لها والله سميع عليم. رضيت بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وآله وسلم نبيا ورسولا. رضيت بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وآله وسلم نبيا ورسولا. رضيت بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وآله وسلم نبيا ورسولا. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم إني أسألك من فجاءة الخير وأعوذ بك من فجاءة الشر. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت. أعوذ بك من شر ما صنعت. أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. اللهم أنت ربي لا إله إلا أنت عليك توكلت وأنت رب العرش العظيم. ما شاء الله كان
وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها إن ربي على صراط مستقيم يا حي يا قيوم برحمتك أستغيث ومن عذابك أستجير أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أسألك العافية في الدنيا والآخرة اللهم إني أسألك العفو والعافية والمعافاة الدائمة في ديني ودنياي وأهلي ومالي اللهم استر عوراتي وآمن روعاتي اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك أن أغتال من تحتي اللهم أنت خلقتني وأنت تهديني وأنت تطعمني وأنت تسقيني وأنت تميتني وأنت تحييني وأنت على كل شيء قدير أصبحنا على فطرة الإسلام وعلى كلمة الإخلاص وعلى دين نبينا محمد صلى الله عليه وآله وسلم وعلى ملة أبينا إبراهيم عليه السلام حنيفا مسلما وما كان من المشركين اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وعليك نتوكل وإليك النشور أصبحنا وأصبح الملك لله والحمد لله رب العالمين اللهم إني أسألك خير هذا اليوم فتحه ونصره ونوره وبركته وهداه اللهم إني أسألك خير هذا اليوم وخير ما فيه وخير ما قبله وخير ما بعده وأعوذ بك من شر هذا اليوم وشر ما فيه وشر ما بعده اللهم ما أصبح بي من نعمة أو بأحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر على ذلك سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله العظيم بحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله العظيم بحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله العظيم بحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله العظيم بحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته അല്ലാഹു നമ്മളെല്ലാവരെയും അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على سيدنا محمد وعلى آل محمد. അർഹമുർ റഹീമായ അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്.
ഈ സംഗമം നീ കബൂലാക്കണേ അല്ലാ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് അഫ്വ ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയങ്ങൾ നന്നാക്കണേ അല്ലാ. മുഴുവൻ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കണേ അല്ലാ. ഒരുപാട് ഹൈറായ മുറാദുകളുണ്ട്, ഹാസിലാക്കി തരണേ അല്ലാ. ഞങ്ങളുള്ള രോഗികൾക്ക് പൂർണ്ണമായ ശിഫാ നൽകണേ അല്ലാ. പനിയുള്ളവരുണ്ട്, കഫക്കെട്ടുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, തൊണ്ടവേദന കൊണ്ട് പ്രയാസം പറഞ്ഞവരുണ്ട്, കൈകാലുകൾ തരിപ്പുള്ളവരുണ്ട്, കടച്ചിലുള്ളവരുണ്ട്, പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഉള്ളവരുണ്ട്, അൾസർ ഉള്ളവരുണ്ട്, അരിശസ് ഉള്ളവരുണ്ട്, അസ്ഥിക്ക് തേയ്മാനം സംഭവിച്ചു പോയവരുണ്ട്, വാൾവ് തകരാറിലായവരുണ്ട്, ഹാർട്ട് സംബന്ധവുമായ രോഗവുമായി നിലകൊള്ളുന്നവരുണ്ട്, വെരിക്കോസ് വെയിനിന്റെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, യൂറിക് ആസിഡിന്റെ പ്രയാസം പറഞ്ഞവരുണ്ട്, കൈകാലുകൾ തരിപ്പുള്ളവരുണ്ട്. ഈ സദസ്സിൽ നിലകൊള്ളുന്ന പലരും മാരകമാകുന്ന ക്യാൻസർ ബാധിച്ചവരുണ്ട്. പൂർണ്ണമായ ആഫിയത്ത് നൽകണേ അല്ലാ. നാട്ടിലുള്ളവരുണ്ട്, പ്രവാസികളായ പാവപ്പെട്ട മുഅ്മിനീങ്ങളുണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ട് ഈ സദസ്സിൽ ഭാഗവാക്കായവരുണ്ട്, അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്തും ദിക്റിലായി കഴിഞ്ഞുകൂടുന്ന ഉമ്മ പെങ്ങന്മാരുണ്ട്. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. സുബഹി നമസ്കരിച്ചുകൊണ്ട് ഈ മജ്‌ലിസിൽ വന്നു ചേർന്നിട്ടുള്ള മുഴുവൻ റുഹബയാൻ കുടുംബാദികൾക്കും ഖൈർ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകൾ നീ നിലനിർത്തണേ അല്ലാ. അത് കൂടുതൽ വിശാലമാക്കി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ദറജ ഉയർത്തണേ അല്ലാ. ഞങ്ങളെയും അവരെയും സ്വർഗ്ഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ബിഹഖി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.